പത്തനംതിട്ടയിൽ കക്കാട് നദിയുടെ കുറുകെയുള്ള മണിയാർ ബാരേജിന് 5 ഷട്ടറുകൾ പതിറ്റാണ്ടുകൾ പഴക്കമുള്ളവ. ഷട്ടറുകൾ മാറ്റിവെക്കാൻ സംസ്ഥാന സർക്കാർ 6.5 കോടി രൂപയ്ക്ക് കൊൽക്കത്തയിലെ RM സിൻഹ കമ്പനിക്ക് കരാർ നൽകി. കരാർ കാലാവധിയായ 18 മാസം കഴിഞ്ഞിട്ടും ഷട്ടറുകൾ മാറ്റിസ്ഥാപിച്ചില്ല. പ്രതിഷേധവുമായി പമ്പ ഇറിഗേഷൻ പ്രൊജക്ട് മണിയാർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തി. ഉദ്യോഗസ്ഥർ വിശദീകരണം നൽകണമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെട്ടു. പെട്ടെന്നുണ്ടായ ഒരു സമരമാണിത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പെട്ടെന്ന് ഞങ്ങൾ വലിയ വിഷയങ്ങളോ കാര്യങ്ങളോ നിങ്ങളെ അഡ്രസ് ചെയ്തുകൊണ്ട് മാത്രം സംസാരിക്കുന്നത്. നാളുകളിൽ നിങ്ങൾ ഈ വിഷയം ജനങ്ങളെ കേന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ ദുരിതത്തിലാകുന്ന ഈ ഒരു വിഷയം ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ മേലുദ്യോഗസ്ഥന്മാരുടെ എല്ലാ ഓഫീസിലേക്കും കളക്ടറേറ്റ് അടക്കമുള്ള വകുപ്പ് മന്ത്രി അടക്കമുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അടക്കം ഓഫീസിലേക്ക് അടക്കം യൂത്ത് കോൺഗ്രസ് സമരമായി മുന്നോട്ട് പോകും. യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് അടിയന്തരമായിട്ട് ബന്ധപ്പെടേണ്ട ആരാണ്, ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണോ അവരെ ഫോണിൽ ബന്ധപ്പെടണം. മറുപടിയിൽ തൃപ്തി വരാത്തതിനാൽ ഉദ്യോഗസ്ഥരെ ഇറക്കിവിട്ട് പ്രവർത്തകർ ഓഫീസ് പൂട്ടി. പോലീസ് സ്ഥലത്തെത്തി. ഇറിഗേഷൻ ഉന്നത ഉദ്യോഗസ്ഥരുമായി പ്രവർത്തകർ ഫോണിൽ സംസാരിച്ചു. അപ്പൊ ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ഈ ഡാമെല്ലാം കൂടെ പൊട്ടി ജനങ്ങളിലേക്ക് വന്നോട്ടെന്നാണോ സാർ പറയുന്നത്? ഇതെന്താ സാർ എന്ത് ഉറപ്പാ സാർ ഈ പറയുന്നത്? പൊട്ടിപ്പോകത്തില്ല. 2018 പോലൊരു വർഷം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ സാർ ഇതൊക്കെ പറയുന്നത് ഓർക്കണം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഡാമിന് പ്രശ്നമൊന്നുമില്ല. ഷട്ടർ തീർച്ചയായിട്ടും പോകുന്ന ഉയർത്താവുന്ന നിലയിലാണ്. ഒരു പ്രശ്നമില്ലാന്ന് സാറ് പറയുമ്പോൾ ഞങ്ങൾ ഈ ഡാമിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. ഒരു പ്രശ്നമില്ലാന്ന് പറയുമ്പോൾ ഈ ഷട്ടറിന് സാർ ഒരു മിനിറ്റ്, ഈ ഷട്ടറിന് ലീക്ക് ഉണ്ടെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ലീക്ക് ഉണ്ടോ ഈ ഷട്ടറിന്? ലീക്ക് ഉണ്ടെന്ന് പറയുന്നത് സാർ എന്ത് വർത്തമാനമായി പറയുന്നത്? ലീക്ക് ഉള്ള ഒരു ഷട്ടർ ഒരു പ്രശ്നം ഇല്ലാന്ന് സാർ പറയുകയാണോ? ലീക്ക് എന്ന് പറഞ്ഞാൽ റബ്ബർ ബീഡിങ് പോകുന്നതാണ്. റബ്ബർ സൈഡിൽ റബ്ബർ ബീഡിങ് പൊട്ടി പോകുന്നോ അല്ല തടി കയറിയിരിക്കുന്നതാണ് ലീക്ക്. അതല്ലാതെ ലീക്ക് വരത്തില്ല. ഷട്ടർ വരുമ്പോൾ തടി ഒഴിക്കുന്ന തടി പൊക്കിയിട്ട് നോക്കുമ്പോൾ തടി കയറിയിരിക്കുന്ന തടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് വഴി ലീക്ക് വരുന്നത്. അപ്പൊ ഈ പറയുന്ന സാറിന്റെ വാക്കാലുള്ള ഉറപ്പുണ്ട് ഈ ഷട്ടറിനൊന്നും പറ്റത്തില്ല എന്നുള്ളത്. ഇനി മഴ എത്ര കൂടിയാലും അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന 2 ഡാമുകളിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് വന്നാലും യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. സാറിന്റെ വാക്കാലുള്ള ഉറപ്പുണ്ട്. ആ ഉറപ്പ് സാർ അപ്പൊ ഇതിന് ഇനി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നത് സാറായിരിക്കും, അല്ലെങ്കിൽ ഈ പറയുന്ന കളക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ മന്ത്രി ആയിരിക്കും. മറുപടിയിൽ തൃപ്തി വരാത്തതിനാൽ സമരം തുടരാൻ പ്രവർത്തകർ തീരുമാനിച്ചു. പോലീസ് ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ നീക്കി. യൂത്ത് കോൺഗ്രസുകാരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തതിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. ഇതിപ്പം അടിയന്തരമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ ഈ സാധനം തകർന്നു പോകും, ഡാം തകർന്നു പോകും. വെള്ളം വന്നു കഴിഞ്ഞാൽ അങ്ങേ സ്വഭാവം ആ കെട്ടിൻ്റെ അവിടെ വല്ല ഇടിഞ്ഞ് ഇത് ഡാം ചിലപ്പോൾ ഒരു സ്ട്രക്ചറായിട്ട് മാത്രം അവിടെ കാണും. അപ്പുറം ഇപ്പുറം വല്ല ഇടിഞ്ഞ് വെള്ളം പോകും. ഈ വെള്ളം ഒരു പരുവത്തിൽ കൂടുതൽ നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്ന സാധനമല്ലല്ലോ. അവനായ വെള്ളം വന്നാൽ അവർ വലിച്ചതിന് ശേഷം ഇവർ തുറക്കത്തുള്ളൂ. അതുവരെ നിലവിൽ വെള്ളം നിർത്തിക്കൊണ്ടിരിക്കും. ഇത് ഇടിഞ്ഞു പോകാതെ പൊക്കോട്ടെന്ന് പറഞ്ഞാണ് ഇവർ നിർത്തുന്നത്. അങ്ങനെയാണ് ഇവിടെ 2018 മൊത്തം അടിച്ചു പോയത്. അവരാ നിലവിൽ വെള്ളം വരുന്ന അനുസരിച്ച് പൊക്കി ഷട്ടർ ഇത്ര സെന്റിമീറ്റർ വീതം പൊക്കി വെക്കുകയാണെങ്കിൽ ആ വരുന്ന വെള്ളം ഒഴിച്ചു പോകും. ഇതൊരിക്കലും ഒഴിച്ചു പോകാൻ ഇവർ സമ്മതിക്കത്തില്ല. കാലാവധിക്കുള്ളിൽ കരാർ പാലിച്ചില്ലെങ്കിലും കരാർ കമ്പനിയെ മാറ്റാൻ സർക്കാർ തയ്യാറായിട്ടില്ല. വരുന്ന ഓഗസ്റ്റിന് മുമ്പ് ഷട്ടറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. മണിയാർ ബാരേജിന്റെ കാലപ്പഴക്കം ചെന്ന ഷട്ടറുകൾ മാറ്റി പുതിയവ സ്ഥാപിക്കണമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെയും നാട്ടുകാരുടെയും ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമുണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.